ഇനി നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ട് നല്ല സിമ്പിളായിട്ടുള്ള ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, മാത്രമല്ല മുട്ടയും ചേർക്കുന്നില്ല. അപ്പോൾ മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കേക്കാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര വേണം. 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൊടിച്ച ശർക്കര കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉള്ള ശർക്കര നന്നായിട്ട് ഇടികല്ലിലിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കുക. പറ്റാവുന്നത്രയും ഫൈൻ പൗഡർ ആക്കിയെടുക്കണം. അത് 1/2 കപ്പ് നിറച്ച് മെഷർ ചെയ്തെടുക്കുക. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളം കൂടി ചേർക്കാം. സാധാരണ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം എന്നല്ല. വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി ചേർക്കാനുണ്ട്. ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്, ചെറിയും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് അത് ചേർക്കാം. അപ്പോൾ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസാണ് ചേർക്കുന്നത്. ഇത് 1/4 കപ്പോളം ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓറഞ്ച് ഇപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, ഒരു ഓറഞ്ച് മതിയാവും 1/4 കപ്പ് ജ്യൂസിന് വേണ്ടിയിട്ട്. ജ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ടെട്രാ പാക്കിലൊക്കെ വരുന്നുണ്ട്, ആ ജ്യൂസ് എടുത്താലും മതി. ചെറിയ പാക്കറ്റൊക്കെ കിട്ടുമല്ലോ, ആ ജ്യൂസ് ആയാലും മതി. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജ്യൂസും കൂടി ചേർക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമ്മളൊന്ന് സോക്ക് ചെയ്തെടുക്കണം. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ വെക്കാം, അല്ലെങ്കിൽ 1/2 മണിക്കൂർ വെച്ചാലും മതി. ഞാനിപ്പോൾ ഒരു 1/2 മണിക്കൂർ നേരത്തേക്കാണിത് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. തൈര് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കുക. ഇല്ലെങ്കിൽ അതിന് പകരം വിനീഗർ എടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർക്കാം. ഇളം ചൂടായിട്ടുള്ള പാൽ വേണം ചേർക്കാനായിട്ട്. പാലും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനീഗറാണ് എടുക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്കും റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ബട്ടർ മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും കേക്കിന്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഞാനിപ്പോൾ പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഓയിൽ തേച്ച് പിടിപ്പിക്കുക എല്ലാ ഭാഗത്തും. അതിനുശേഷം ഇതിൻ്റെ അടിയിലായിട്ട് ഒന്നെങ്കിൽ ബട്ടർ പേപ്പർ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഏതെങ്കിലും ഒരു വൈറ്റ് ഷീറ്റ് വേണം എടുക്കാനായിട്ട്. അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ റാപ്പിനൊക്കെ എടുക്കില്ലേ, ആ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ ആ പാത്രത്തിൻ്റെ അളവിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇനി പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓയിൽ തേച്ചതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. പേപ്പർ വെച്ചതിന് ശേഷം വീണ്ടും ഉൾഭാഗത്ത് വീണ്ടും കുറച്ച് ഓയിലും കൂടി തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് ടീനൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു 1/2 മണിക്കൂർ എടുക്കും. ആ ഒരു സമയം കൊണ്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്കായി കിട്ടും. ഇതിപ്പോൾ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സ് ഈ സിറപ്പിൽ നിന്നും എടുത്ത് മാറ്റണം. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് അങ്ങനെയും കേക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ കാണിക്കുന്ന മെത്തേഡിൽ ഫ്രൂട്ട്സൊക്കെ മാറ്റിയതിന് ശേഷം ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടി ചേർക്കുന്നുണ്ട്. കാഷ്നട്ട് നമ്മൾ നേരത്തെ ചേർത്താൽ സോഫ്റ്റായി പോകും, അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ഗോതമ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഫ്രൂട്ട്സ് ഒന്നും അടിയിൽ തങ്ങി നിൽക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ സിറപ്പ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ കുറച്ച് റൈസിൻസ് ഒക്കെ ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം ഓയിലും കൂടി ചേർക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു ഏലക്കയും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഏലക്ക വേണമെങ്കിൽ 2 എണ്ണം വരെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ. നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് ഗോതമ്പൊടി ഒന്ന് അരിച്ചെടുക്കണം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കാം. കോൺഫ്ലവർ ചേർത്താൽ നല്ലൊരു ടെക്സ്ചർ കിട്ടും കേക്കിന്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കാം. ഇത് മസ്റ്റായിട്ടും അരിച്ചെടുക്കണം. പിന്നെ നമ്മൾ പൊടിച്ചിരിക്കുന്ന ഗ്രാമ്പൂടെ പൊടിയൊക്കെ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കട്ട പിടിക്കാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കും കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് തോന്നിയാൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ എക്സ്ട്രാ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല.
ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ അളവിലാണെങ്കിൽ കറക്റ്റായിരിക്കും. പിന്നെ ഗോതമ്പൊടി ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ കുറച്ച് പാല് തന്നെ 2 ടേബിൾ സ്പൂൺ പാൽ എക്സ്ട്രാ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഉടനെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ആ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിൻ്റെ അടിഭാഗത്തോട്ട് ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടാണ് ഞാനിത് സാധാരണ എപ്പോഴും ബേക്ക് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് വെതറിയതിന് ശേഷം ബേക്ക് ചെയ്യാം. അത് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊരു 5-10 മിനിറ്റ് മുമ്പേ ചൂടാക്കി വെച്ച കുക്കറാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പതുക്കെ ആ കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. പിന്നെ കുക്കറിൻ്റെ വിസിലും വാഷറൊക്കെ ഊരിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ കേക്ക് ടിൻ നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. കുക്കർ അടച്ചതിന് ശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അതിനുശേഷം 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 40 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അതുവരെ കുക്കർ തുറക്കാൻ പോരുത്. ഇടയ്ക്കൊക്കെ നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കേക്ക് ശരിക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് 40 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം തുറക്കുക. ഞാനിപ്പോൾ ഇതൊരു 45 മിനിറ്റിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് കാണുമ്പോൾ ബേക്ക് ചെയ്ത പോലെയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു കത്തി വെച്ച് നമുക്ക് കുത്തി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സൈഡിൽ നിന്നൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ക്ലീൻ ആയിട്ടാണ് ഉള്ളത്. ഇനി നടുഭാഗത്തും കൂടി ഒന്ന് കുത്തി നോക്കാം. നമുക്ക് പതുക്കെ കുക്കറിൽ നിന്നും കേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിന് നന്നായിട്ട് തണുക്കണം. മാക്സിമം ഒരു 1-2 മണിക്കൂറൊക്കെ ഇതിങ്ങനെ തന്നെ വെക്കുക. തണുത്തതിന് ശേഷം വേണം കേക്ക് എടുക്കാനായിട്ട്. നമ്മുടെ കുക്കറിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമ്മളെടുത്തത് 50 മിനിറ്റാണ്. അപ്പോൾ 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം വീണ്ടും വെന്തിട്ടില്ലെങ്കിൽ 10 മിനിറ്റും കൂടി വെച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പതുക്കെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിച്ചെടുക്കാം. നന്നായിട്ട് തണുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. പാത്രത്തിലൊന്നും ഒട്ടാതെ കിട്ടും. പാത്രത്തിലും കണ്ടില്ല, ഒരുപാടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. സൈഡിൽ മാത്രം കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റുമാണിത്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് ചേരുവകളൊന്നും വേണ്ടല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉള്ള ചേരുവകൾ മാത്രം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണിത്. ഇപ്പോൾ പഞ്ചസാരയും മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ ക്രിസ്മസിന് നിങ്ങളും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.